ഇന്ന് ദൂരെ ഒന്നും പോയില്ല, എറണാകുളത്ത് തന്നെ ഉണ്ട്. എറണാകുളത്ത് വീടിൻ്റെ പരിസരത്ത് വേണമെങ്കിൽ പറയാം, ഒരു 7 കിലോമീറ്റർ മാറി തേവര ഫെറി ഉണ്ടല്ലോ, തേവര ഫെറിയുടെ അവിടെ ഉണ്ട്. ഒരു 25 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തേവര ഫെറിയും ഭാവമൊക്കെ വന്ന് കാണുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. ഈ കാണുന്ന റോഡ് റൈറ്റിലേക്ക് കുണ്ടന്നൂരും ലെഫ്റ്റിലേക്ക് ഇടക്കൊച്ചിയിലേക്കും പോകുന്ന നിറയെ തണൽമരങ്ങളുള്ള മനോഹരമായ റോഡാണ്. മിക്കപ്പോഴും ഞാനിതിൽ പാസ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ റൈറ്റിലേക്ക് തേവര ഫെറിയിലേക്ക് പോകുന്ന റോഡാണ്. അതായത് പണ്ഡിറ്റ് കറുപ്പൻ റോഡ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങോട്ട് പോയിട്ട് ഏകദേശം ഒരു 10-25 വർഷമെങ്കിലും ആയി കാണും. ഇതാണ് തേവര ഫെറിയിലുള്ള ബോട്ട് ജെട്ടി. ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു. മഴ ഒന്ന് മാറിയപ്പോഴാണ് ഞാൻ സൈക്കിളായിട്ട് ഇറങ്ങിയത്. ഒരു 7:30 ഇവിടെ എത്തിയാൻ. അപ്പുറം കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് കുമ്പളം, അവിടെ നെട്ടൂര്. അങ്ങോട്ട് പോകുന്ന ബോട്ട് സർവീസാണ്. ഞായറാഴ്ചേൻ്റെ പേരിൽ ബോട്ട് സർവീസ് കുറവാണ്. മനോഹരമായ കാഴ്ചയൊന്നും പറയാനില്ല. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ചേട്ടൻ വന്നത്. സ്വല്പ നേരം ഞാൻ അവിടെ ഇരുന്ന് ചിലവഴിച്ചാണ് പോയത്. കൂട്ടുകാരൊത്തൊക്കെ വന്ന് സ്വല്പ നേരം ഇരിക്കാൻ പറ്റിയൊരു ഇടമെന്ന് വേണമെങ്കിൽ പറയാം. അതും തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് മാത്രം. ദൂരെ നിന്ന് വന്ന് ഇരിക്കാനുള്ള ഒരു കാഴ്ചയൊന്നുമില്ല. പിന്നെ കപ്പിൾസിനൊക്കെ സമാധാനമായിട്ട് വേണമെങ്കിൽ സംസാരിച്ചിരിക്കാം. നിറയെ ചെയറുകളൊക്കെ ഉണ്ട്. ഇതൊക്കെയുള്ളൂ ഇവിടുത്തെ വിശേഷങ്ങൾ. വലിയ സംഭവം എന്ന് പറയാനൊന്നുമില്ല. പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചാൽ രാവിലെ അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നത്. ഞായറാഴ്ച അതിൻ്റെ പേരിലായിരിക്കാം. ഒരു പക്ഷേ ചായക്കട ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. 10 മണിക്ക് ശേഷം തുറക്കുമായിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവുമായിരിക്കാം. പിന്നെ നിറയെ പൂക്കൾ, നാടൻ പൂക്കൾ. മഴ പെയ്തതിൻ്റെ പേരിലാണ് നല്ല നാടൻ പൂക്കൾ കണ്ടിരുന്നത്. പിന്നെ മീൻ പിടിക്കുന്നത് കാഴ്ചയാണ്. അതുകൂടാതെ തന്നെ ആ ജംഗ്ഷനിൽ പോയിട്ട് ഒരു ചൂട് ചായയും കഴിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളും ഒരുപക്ഷെ ഇത് കാണുന്ന നിങ്ങളും ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. മറ്റു വിശേഷങ്ങളുമായി വീണ്ടും വരും. അതുവരെ നമസ്കാരം.